യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. യോഗത്തിന്റെ അധ്യക്ഷനായി സൂര്യകല എസ്.എഫ്.ജിയുടെ പ്രസിഡന്റ് ശ്രീ വൈമോൻ കേവലം 11 അംഗങ്ങളുള്ള ഒരു സ്വയം സഹായ സംഘമാണ് സൂര്യകല എസ്.എഫ്.ജി മൊത്തം. സംഘത്തിന്റെ രൂപീകരണത്തിന് വേണ്ടി ഏതാണ്ട് 4 മാസങ്ങൾക്ക് മുൻപ് മുതൽ ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചതാണ്. ബന്ധപ്പെട്ട കൃഷി ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരെ, അതുപോലെ തന്നെ നമ്മുടെ ജനപ്രതിനിധികൾ തുടങ്ങിയ എല്ലാ മേഖലകളിലുമുള്ള ആളുകളുമായി ആലോചിച്ച്, അതുപോലെ തന്നെ സ്വയം സഹായ സംഘങ്ങളുടെ കുടുംബശ്രീയുടെയൊക്കെ പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയും നിയമവിദഗ്ധരെയും എല്ലാം കണ്ട് സംസാരിച്ച് ആശയരൂപീകരണം നടത്തിയാണ് ഇത്തരമൊരു സംഘം രൂപീകരിക്കുന്നതിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നത്. ഏതാണ്ട് 16-17 ആളുകളാണ് വിവിധ യോഗങ്ങളിൽ പങ്കെടുത്തത്. ആ യോഗങ്ങളിലൂടെ ഏറ്റവും അവസാനം നിയമപരമായി രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സമയത്ത് 11 അംഗങ്ങൾ വെച്ചിട്ടാണ് സംഘം രൂപീകരിക്കപ്പെട്ടത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല, അത് സെക്രട്ടറി വിശദീകരിക്കും എന്നുള്ളതുകൊണ്ട് ആ വിശദ വിവരങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്റെ ഉത്തരവാദിത്വം ഈ യോഗത്തിൽ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷനായ സൂര്യകല എസ്.എഫ്.ജിയുടെ ബഹുമാന്യനായ പ്രസിഡന്റ് ശ്രീ വൈമോൻ പി.സിയെ ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യും. ഈ കമ്മിറ്റിയിൽ, ഈ യോഗത്തിൽ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് സംഘത്തിന്റെ പ്രിയങ്കരനായ സെക്രട്ടറി ശ്രീ ഡെസിൻ ജോയ് പി നൈനാനാണ്. അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റും, അതുപോലെ തന്നെ പൊതുപ്രവർത്തന രംഗത്ത് ചിരപരിചിതമായ നിലപാടുകളിലൂടെ നമ്മുടെ ഗ്രാമപ്രദേശത്തിൽ നിന്ന് വളർന്ന് വികസിച്ച് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടയാളാണ്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായി വിശദീകരിക്കേണ്ടതില്ല. ശ്രീമതി K.C. സതീഷ്, ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. സംഘത്തിന്റെ സംരംഭകത്വ രജിസ്റ്റർ പ്രകാശനം ചെയ്യുന്നത് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ബഹുമാന്യനായ ശ്രീ ജോസിൽ സെബാസ്റ്റ്യനാണ്. ജോസിൽ സെബാസ്റ്റ്യനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ആദ്യ അംഗത്വ കാർഡ് സംഘത്തിന്റെ പ്രസിഡന്റിന് വേണ്ടി പ്രസിഡന്റിൽ പ്രകാശനം ചെയ്ത് സമർപ്പിക്കുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡ് മെമ്പർ ശ്രീ വിഷ്ണു സജിയാണ്. വിഷ്ണു സജിയെ ഞാൻ ഈ യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഏറ്റവും പ്രധാനമായ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കാർഷിക സംരംഭത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. ഈ കാർഷിക സംരംഭം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ മുട്ടത്തെ കൃഷി ഓഫീസറുടെ ചാർജ് വഹിക്കുന്ന അസിസ്റ്റന്റ് അഗ്രികൾച്ചർ ഓഫീസർ ശ്രീ ജിജീഷ് കുമാർ ഇജിയാണ്. ശ്രീ ജിജീഷ് കുമാർ ഇജി അവരുടെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കാർഷിക സംരംഭം ആയി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഇപ്പോ നമ്മുടെ കൃഷി ഓഫീസിലേക്ക് ഓഫീസർ നിയമിതനായിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഇപ്പൊ ചാർജുള്ള ഓഫീസറുമായി വിളിച്ച് സംസാരിച്ചപ്പോൾ
അവർ പറഞ്ഞത് വിജയ് സാറുമായി ബന്ധപ്പെടണം, നിങ്ങൾ സീരിയസ് ആയിട്ട് ഈ പ്രശ്നത്തോട് സമീപിക്കണം. കുറേയേറെ ഉപദേശങ്ങൾ, അതുപോലെ തന്നെ സാറുമായി സംസാരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ 1-2 തവണ ഞങ്ങൾ ഉത്തരവാദിത്വമുള്ള പ്രവർത്തകന്മാരെല്ലാവരും ഈ കൃഷി ഓഫീസിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ സാർ അത്യാവശ്യം നിർദ്ദേശങ്ങളെല്ലാം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ 11 പേരാണുള്ളത്. നിങ്ങളുടെ ഒരു കൂട്ടായ സംരംഭം എന്ന നിലയിൽ ഒരു കൂട്ടായ കൃഷിയിടം രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നിങ്ങളുടെ ശ്രമം നന്നായി നടത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച്, കാർഷിക മേഖലയിലെ സംരംഭങ്ങളുടെ വിജയകരമായ നടത്തിപ്പിനെ കുറിച്ച് അദ്ദേഹം ഞങ്ങളോട് സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം അത്തരം കാര്യങ്ങളെല്ലാം വിശദീകരിക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പിന്നെ ഇതിൽ നടീൽ വസ്തുക്കൾ ഏറ്റുവാങ്ങുന്നവർ സംഘടനയ്ക്ക് വേണ്ടി വൈസ് പ്രസിഡന്റ് സന്തോഷ് കുട്ടപ്പനാണ് നടീൽ വസ്തുക്കൾ ആദ്യം ഏറ്റുവാങ്ങുന്നത്. അതുപോലെ തന്നെ പ്ലോട്ട് നമ്പർ 1 അത് പള്ളിപ്പാറ ഭാഗത്താണ്. അത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ കർഷക ഈ പഞ്ചായത്തിലെ വനിതാ കർഷകയ്ക്കുള്ള അവാർഡ് ജേതാവായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട രാധാമണി ചേച്ചിയുടെ പുരയിടം നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. രാധാമണി ചേച്ചി പുരയിടത്തിലെ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഈ പ്ലോട്ട് നമ്പർ 1 ആണ്. അത് അതിന്റെ പ്രൊമോട്ടർ ബൈജുമോൻ PC ആണ്. അദ്ദേഹത്തിന് അതിന്റെ ബോർഡും അതുപോലെ തന്നെ നടീൽ വസ്തുവും കൊടുത്തുകൊണ്ട് ഉദ്ഘാടനം നിർവഹിക്കും. പ്ലോട്ട് നമ്പർ 2 11ാം വാർഡിലാണ്. 11ാം വാർഡിൽ മനോജ് ജോൺ ആണ് അതിന്റെ പ്രൊമോട്ടർ. അദ്ദേഹത്തിന് ഇത് കൊടുത്തുകൊണ്ടായിരിക്കും അത് കൃഷി ഓഫീസർ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. പ്ലോട്ട് നമ്പർ 3 അത് 7-8 വാർഡുകളിലായി സ്ഥിതി ചെയ്യുന്ന ഒരു പുരയിടമാണ്. അവിടെ സിറിൽ ജോൺസൺ ആണ് അതിന്റെ പ്രൊമോട്ടർ. അതുപോലെ തന്നെ 8ാം വാർഡില് 1.5-2 ഏക്കറോളം വരുന്ന ഒരു കൃഷിയിടമാണ്. അതാണ് പ്ലോട്ട് നമ്പർ 10. അത് ഡെസിൻ ജോയ് പി നൈനാൻ അവരുടെ ഉടമസ്ഥതയിലുള്ളതാണ്. ആ ഭൂമി നമുക്ക് കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി അദ്ദേഹം അനുവദിച്ചിട്ടുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ഇവരെല്ലാവരെയും അതുപോലെ തന്നെ സംഘത്തിന്റെ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് തുടങ്ങി എല്ലാ സംഘാംഗങ്ങളെയും ഞാൻ ഈ യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ അഭ്യുദയകാംക്ഷികളായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള തീക്കോയില് നമ്മുടെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹം ഇതുപോലെ തന്നെ ദുരിതപൂർണമായ ഒരവസ്ഥയിൽ പ്രവർത്തനം ആരംഭിക്കുകയും ഇന്ന് ഏറെക്കുറെ തനതായി സ്വന്തം കണ്ടെത്തിയ ആ സംരംഭത്തിലൂടെ മെച്ചപ്പെട്ട നിലയിലേക്ക് നാടിന് മാതൃകയായി വളർന്നു വന്നിട്ടുള്ള ഒരു ചെറിയ പ്രസ്ഥാനം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ശ്രീ സാന്റോയെ ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പൊതു ഇടങ്ങളിലും പൊതു പ്രക്ഷോഭങ്ങളിലായാലും അതുപോലുള്ള കാര്യങ്ങളിലെല്ലാം എപ്പോഴും നാട്ടിലെ സാധാരണക്കാരോടൊപ്പം സഹകരിക്കുന്ന ആളാണ് നമ്മുടെ ജെയിംസ് കൊലാനിയെ ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമുക്ക് ഈ യോഗത്തിൽ ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ മുൻ വാർഡ് മെമ്പർ സതീഷിനെ കുറിച്ച് ആരോട് പറയേണ്ട കാര്യമില്ല. സതീഷിനെ ഞാൻ യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ രാധാമണി ചേച്ചിയെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ഞാൻ പരിചയപ്പെടുത്തുന്ന കാര്യമില്ല. നമ്മുടെ റെന്നിയെ സംബന്ധിച്ചിടത്തോളം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രത്യേകിച്ച് യുവജനങ്ങൾക്കിടയിൽ കാർഷിക മേഖലയിൽ മറ്റ് പൊതുസംരംഭങ്ങളിൽ ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഒക്കെ തന്നെ നല്ല നിലവിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരികയും ഈ നാട്ടിലെ യുവാക്കൾക്ക് മാതൃകയായി പ്രവർത്തിക്കുകയും ചെയ്തു വരുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ റെന്നിയുടേത്. റെന്നിയെ ഞാൻ ഈ യോഗത്തിലേക്ക് ഒരു സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അഭിവാദ്യം. സൂര്യകല SFTയുടെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് ഡെസിൻ ജോയി
സൂര്യകല SHG മുട്ടം 2025 കേരള സംഘങ്ങൾ രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചു വരുന്ന സ്വയം സഹായ സംഘമാണ് സൂര്യകല SHG മുട്ടം. സംഘത്തിന്റെ പ്രവർത്തന പരിധി കേരളം മുഴുവൻ ആയിരിക്കും. പരിചയസമ്പന്നരായ സ്വയം സഹായ സംഘ പ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ, സാമ്പത്തിക വിദഗ്ധർ, നിയമവിദഗ്ധർ, ജനപ്രതിനിധികൾ, ഉത്പാദനങ്ങളായ സഹകാരികൾ തുടങ്ങിയവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ, ഭാവനാപൂർണമായ ചർച്ചകൾ, കൂടിയാലോചനകൾ എല്ലാം ചേർന്ന് ഉരുത്തിരിഞ്ഞ സംഘടനാ രൂപമാണ് സൂര്യകല SHG മുട്ടം. സംഘം രൂപീകരണത്തിൽ പങ്കുവയ്ക്കുകയും സഹായിക്കുകയും ചെയ്ത എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു. ഇതിനകം സംഘടന രൂപീകരണത്തിനായി 8 തവണ യോഗം ചേർന്നിട്ടുണ്ട്. 14/6/2026 യോഗത്തിൽ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കാൻ തീരുമാനിച്ചു. 21/6/2026 ജനറൽ കമ്മിറ്റി തീരുമാനമനുസരിച്ച് രജിസ്ട്രേഷൻ നടപടികൾക്കായി താൽക്കാലിക കമ്മിറ്റി രൂപീകരിക്കുകയുണ്ടായി. 1/7/2026 രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കുകയും 5/7/2026 കമ്മിറ്റിയുടെ ഭാരവാഹിത്വം ക്രമീകരണം ജനാധിപത്യപരമായി നടപ്പാക്കുകയും ചെയ്തു. സംഘം സ്ഥാപക അംഗങ്ങളായി 11 പേർ തെരഞ്ഞെടുക്കപ്പെട്ടു. ബൈജിമോൻ PC, മനോജ് ജോൺ, സിറിൽ ജോൺസൺ, സജി EG, ബിജു CK, സന്തോഷ് കുട്ടപ്പൻ, ചന്ദ്രബോസ്, അനന്തു ശിവൻ, ജിതിൻ ജോർജ്, ഡെസിൻ ജോയ്, ജെയിൻ ജെയിംസ് എന്നിവർ ഉൾപ്പെടെ ജനറൽ കമ്മിറ്റിയിൽ നിന്ന് 7 അംഗ ഭരണസമിതിയെ ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി ബൈജിമോൻ PC, സെക്രട്ടറി ഡെസിൻ ജോയ്, ട്രഷറർ സിജു CK, വൈസ് പ്രസിഡന്റ് സന്തോഷ് കുട്ടപ്പൻ, ജോയിന്റ് സെക്രട്ടറി ചന്ദ്രബോസ്, കമ്മിറ്റി അംഗങ്ങൾ സജി EG, സിറിൽ ജോൺസൺ എന്നിവർ ഭാരവാഹികളായി അധികാരമേറ്റു. ഇന്റേണൽ ഓഡിറ്ററായി അനന്തു ശിവൻ, ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് ടോം ജോസഫ്, ലീഗൽ ഡെപ്യൂട്ടി കൗൺസിൽ ജില്ലാ കോടതി എന്നിവരെ ചുമതലയെടുത്തു. സംഘത്തിന്റെ ലക്ഷ്യവും പരിപാടിയും: കക്ഷി രാഷ്ട്രീയത്തിന് ജാതിമത വർഗീയ ചിന്തയ്ക്കും അതീതമായി മതേതര ജനാധിപത്യ മൂല്യങ്ങളിലുള്ള സാമൂഹ്യ സുരക്ഷാ പ്രവർത്തനങ്ങൾ സംഘം ലക്ഷ്യം വയ്ക്കുന്നു. കാർഷിക മേഖല ഉൽപാദനവും വിപണനവും, ചെറുകിട വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുക, സാമൂഹ്യ പിന്നോക്കാവസ്ഥയിലുള്ളവരുടെ ഉന്നമനം, സംഘാംഗങ്ങളുടെ പൊതുസമൂഹത്തിന്റെ സമ്പാദ്യശീലം വളർത്തുക, അതിനായി പ്രവർത്തന പദ്ധതി ആവിഷ്കരിക്കുക, ആരോഗ്യ സേവന മേഖലകളിൽ ബോധവൽക്കരണം, ഡേ കെയർ, വൃദ്ധസദനം പോലുള്ള സാമൂഹ്യ സുരക്ഷാ സ്ഥാപനങ്ങൾ ആരംഭിക്കുക, സാമൂഹ്യ നീതിക്കും നിയമ സംരക്ഷണം വേണ്ടി പ്രവർത്തിക്കുക, വിശാല ബഹുജനത്തിന്റെ ശാസ്ത്രബോധം വളർത്തുക തുടങ്ങിയ സാമൂഹ്യ പുരോഗതിക്കാവശ്യമായ എല്ലാ മേഖലകളിലും പദ്ധതികൾ ആവിഷ്കരിക്കാൻ സംഘം പ്രതിജ്ഞാബദ്ധമാണ്. സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതനുസരിച്ച് പദ്ധതികൾ ആവിഷ്കരിക്കുകയും നടപ്പാക്കുകയും ചെയ്യും. കാർഷിക മേഖലയിൽ പച്ചക്കറി കൃഷിക്ക് തുടക്കമിട്ടുകൊണ്ട് സൂര്യകല SHGയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. അതിനായി 4 റൂട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. 9 ഇടങ്ങളിൽ വീട്ടുവളപ്പ് പച്ചക്കറി കൃഷിക്ക് തീരുമാനിക്കുകയും സ്ഥല നിർണയം നടത്തുകയും ചെയ്തിട്ടുണ്ട്. പൂർണ്ണ വിജയ പ്രതീക്ഷയോടെ ബഹു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ജനപ്രതിനിധിയും ഈ സദസ്സിൽ ആകെ സാക്ഷി നടത്തി ഈ റിപ്പോർട്ട് ഞങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പായി സമർപ്പിക്കുന്നു. ഈ യോഗത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട മുട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ.സി. സതീഷിനെ ക്ഷണിച്ചിരുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സൂര്യകല SHGയുടെ അധ്യക്ഷൻ ഏറ്റവും ബഹുമാനായ ബൈജിമോൻ PC, ബ്ലോക്ക് പഞ്ചായത്തുകൾ നടന്നു വന്നിരിക്കുന്ന ജോസഫ് സെബാസ്റ്റ്യൻ, 7ാം വാർഡ് മെമ്പർ വിഷ്ണു സജി, SHGയുടെ ഭാരവാഹികളെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നിവിടെ പുതിയതായി രൂപീകരിച്ച സൂര്യകല SHGക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. നീണ്ടനാളത്തെ തീരുമാനത്തിന് ശേഷം ഇന്ന് രൂപീകരിച്ച ഈ സൂര്യകല SHGയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള പദ്ധതികളാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. കാർഷിക രംഗത്തും സാമൂഹ്യ രംഗത്തും നിർധനരായ രോഗികളെ സഹായിക്കുന്ന കാര്യത്തിലും എല്ലാം ഉരുത്തിരിഞ്ഞു വന്ന ഈ ആശയങ്ങളുടെ അടിസ്ഥാനത്തില് ഈ സൂര്യകല SHGയുടെ മുന്നോട്ടുള്ള പ്രവർത്തനം നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് എല്ലാ അംഗങ്ങളുടെയും കഠിനമായ പ്രയത്നവും ഇതിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇനിയും നല്ല രീതിയിലുള്ള ഈ പ്രവർത്തനം
നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. സംയുക്തമായി നടത്തുന്ന ഈ പദ്ധതി കൃഷി ഓഫീസിൽ നിന്ന് നടന്നുകൊണ്ട് വിജയ് സാറ് കൃഷിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ വിശദീകരിക്കും. ഈ സംഘം നല്ല രൂപത്തില് വരും വർഷങ്ങളിലെല്ലാം ഒരു മാതൃകയായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. ഈ സംഘത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നതോടൊപ്പം തന്നെ ഈ സൂര്യകര SHGയുടെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടുകൂടി നിർവഹിച്ചായിട്ട് അറിയിച്ചത് നിർത്തുന്നു. നന്ദി. ആദ്യ നിക്ഷേപ തുക ചെറിയ തുക പ്രസിഡന്റ് ട്രഷറിന് കൈമാറിക്കൊണ്ടാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. സംരംഭകത്വ രജിസ്റ്റർ പ്രകാശനം ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജോസി സെബാസ്റ്റ്യൻ. സൂര്യകര SHG മൊത്തത്തിന്റെ ഉദ്ഘാടന പൊതുയോഗത്തിന്റെ അധ്യക്ഷൻ, ഏറ്റവും പ്രിയപ്പെട്ട ഈ സ്വയംസഹായ സംഘത്തിന്റെ പ്രസിഡന്റ്, ഏറ്റവും പ്രിയപ്പെട്ട റൈജുമോൻ PC, ഈ യോഗം ഇവിടെ ഉദ്ഘാടനം ചെയ്ത മുട്ടം ഗ്രാമപഞ്ചായത്തിന്റെ ആദരണീയായ പ്രസിഡന്റ് ശ്രീമതി ടെസി സതീഷ്, ആദ്യ അംഗത്വ കാർഡ് വിതരണം ചെയ്യാൻ എത്തിയിരിക്കുന്ന മുട്ടം ഗ്രാമപഞ്ചായത്തിന്റെ 7ാം വാർഡ് മെമ്പർ ശ്രീ വിഷ്ണു സജി, ഇവിടെ റിപ്പോർട്ട് അവതരിപ്പിച്ച പ്രിയപ്പെട്ട ഡെസിൻ ജോയി, ആദ്യ കാർഷിക സ്റ്റാർട്ടപ്പ് ഉദ്ഘാടനം ചെയ്യുവാൻ ഇവിടെ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട ജിജി സാറ്, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ബോസിയേട്ടൻ, ബിജു CK, മറ്റ് പ്രിയപ്പെട്ടവരെ, വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഇത്തരമൊരു സംരംഭത്തെ നോക്കിക്കാണുന്നത്. ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സാമൂഹിക ബന്ധമുണ്ട്. ഞാൻ പറയാം, രാഷ്ട്രീയം പറയുകയല്ല, CPM എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പ്രതികരിച്ചാണ് ഞങ്ങൾക്ക് ലക്ഷ്യം വരുന്നത്. ഞങ്ങളൊക്കെ ലക്ഷ്യം വെക്കുന്നത് കമ്മ്യൂണിസം എന്ന ആശയമാണ്, സോഷ്യലിസം എന്ന ലക്ഷ്യമുണ്ട്. അപ്പോൾ സോഷ്യലിസം പണ്ടൊക്കെ ഞങ്ങളൊക്കെ ക്രിസ്ത്യാനികളൊക്കെ ആയിട്ട് ജനിച്ചു വളർന്നുകൊണ്ട് കേൾക്കുന്നത് ഈ കമ്മ്യൂണിസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളവന്റെ കയ്യിൽ പിടിച്ച് എടുക്കുന്ന പരിപാടിയാണ് എന്നുള്ള രീതിയിലാണ് ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരുന്നത്, ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത്. ഞാൻ കൂടുതൽ പഠിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് എല്ലാവർക്കും പണിയെടുക്കുക ചിലപ്പോൾ ചില ഉദ്യോഗസ്ഥതയൊക്കെ അല്ലെങ്കിൽ ചില ധാരണയുണ്ട്, പണിയെടുക്കാതെ ജീവിക്കാനുള്ള അവസരമാണ്. അതല്ല, എല്ലാവർക്കും പണിയെടുക്കാനുള്ള അവസരമാണ് സോഷ്യലിസവും കമ്മ്യൂണിസവും ലക്ഷ്യം വെക്കുന്നത്. അങ്ങനെ മാന്യമായി പണിയെടുത്ത് ജീവിക്കാൻ ഒരു സംരംഭം തുടങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാവർക്കും തൊഴിലെടുക്കാനുള്ള അവസരം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഒരു ശ്രമം നടത്തുന്നു. നമുക്കറിയാം, ഊരാളുങ്കൽ ലേബർ മൊബൈൽ സൊസൈറ്റിയെ പോലെ കേരളത്തിന്, ഇന്ത്യക്ക് തന്നെ മാതൃകയാകുന്ന സഹകരണ പ്രസ്ഥാനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. കണ്ണൂർ ജില്ലയിൽ തന്നെ നിരവധി ദിനേശ് പ്രസ്ഥാനമടക്കമുള്ള നിരവധി സഹകരണ പ്രസ്ഥാനങ്ങൾ, അതെല്ലാം ഒരു നാടിന്റെ ജാലക ശക്തിയായി മുമ്പോട്ട് ആ നാടിനെ തന്നെ നയിക്കുന്നത് നമുക്കറിയാം. അത്തരത്തിലുള്ള സഹകരണ പ്രസ്ഥാനങ്ങളും സ്വയം സഹായ സംഘങ്ങളും ഒക്കെയാണ് ഒരു നാടിന്റെ വികസനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ നമുക്കറിയാം, എല്ലാവരും പട്ടിണിയിലാണ്, എല്ലാവരും ദാരിദ്ര്യത്തിലിരിക്കുന്ന ഒരു സമൂഹമാണെങ്കിൽ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ബൈസുമോന്റെ കയ്യിൽ ഇഷ്ടംപോലെ കാശുണ്ടെങ്കിൽ എനിക്കൊരു 1000 രൂപ കടം തരണം എന്ന് പറയാൻ നമുക്ക് ധൈര്യത്തോടെ ചോദിക്കാം. ഒരു മാസം ഒരു 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ വരുമാനമുള്ള ആളാണെങ്കിൽ ഒരു 1000 രൂപ കടം തരുന്നതിന് ഒരു മടിയും കാണിക്കാം. ഞാൻ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പോ
എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ദാരിദ്ര്യം ഈ 8600 രൂപ ഓണറേറിയത്തിൽ ജീവിക്കാൻ ഞെരുങ്ങി നിൽക്കുമ്പോൾ ആരെങ്കിലും ഒരു തൊട്ടടുത്തൊരു അസുഖം ഉണ്ടായി എന്ന് പറയുമ്പോൾ നെഞ്ചത്തൊരു പിടപ്പാണ്. എവിടുന്ന് എടുത്ത് കൊടുക്കും? പണ്ട് ബിസിനസ് ആയിട്ട് നല്ല വരുമാനം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ധൈര്യമാണ്. ഏത് ആശുപത്രിയിൽ ആരെ കാണാൻ ഓടിച്ചെല്ലാൻ നമുക്ക് പറ്റുന്ന ഒരു സഹായം ചെയ്യാൻ നമുക്കൊരു ധൈര്യം ഉണ്ടാകും. പക്ഷെ ഇപ്പം നമ്മുടെ ജീവിത വരുമാനം ഏറ്റവും എല്ലാ മനുഷ്യർക്കും വേണ്ടത് ജീവിക്കാൻ മാത്രമല്ല മറ്റുള്ളവരെ സഹായിക്കാനും പറ്റിയ പണം നമ്മുടെ കൈവശം ഉണ്ടാകണം, നമ്മുടെ കേന്ദ്രങ്ങളിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും തൊഴിലെടുക്കാനുള്ള അവസരം, സോഷ്യലിസം ലക്ഷ്യമിടുന്നത് പോലെ എല്ലാവർക്കും തൊഴിലെടുക്കാനുള്ള അവസരം, എല്ലാവർക്കും ആ അധ്വാനത്തിനനുസരിച്ച് പ്രതിഫലം ലഭിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായി വരട്ടെ. അതിനു വേണ്ടിയിട്ടുള്ള ഒരു വലിയ ശ്രമം നടത്തുമ്പോൾ നമ്മൾ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. 11 പേരുടെ ഒരു ഗ്രൂപ്പാണെന്ന് പറഞ്ഞാൽ 11 പേർ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചാൽ ഒരു സംശയവും വേണ്ട. വള്ളിപ്പാറയോ ഒതുങ്ങുന്നതല്ല, മുട്ടത്തിൽ ഒതുങ്ങുന്നതല്ല. നാളെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഞങ്ങളൊക്കെ വന്ന് ഒരു പരിപാടി നടത്താൻ പരിചുമോനെ ഞങ്ങൾക്ക് ഒരു 25,000 രൂപ തരണം എന്ന് പറഞ്ഞാൽ പറയാൻ കുഴപ്പം രസീത് എഴുതിക്കൊള്ളാൻ പറയുന്ന പറ്റുന്ന രീതിയിൽ അത്തരത്തിൽ അല്ലെങ്കിൽ ഒരു ചികിത്സാ സഹായം നാട്ടിലൊരു അപകടം ഉണ്ടായി, നമുക്ക് ഒരു പ്രധാനപ്പെട്ട സർജറി ഉണ്ട്, നിങ്ങളുടേതായിട്ട് 1,00,000 രൂപ വേണം എന്ന് പറഞ്ഞാൽ തരാൻ പറ്റുന്ന രീതിയിലേക്ക് പോകണം. നമുക്ക് ചെറിയ സ്വപ്നങ്ങളല്ല വേണ്ടത്. നമ്മുടെ ഊരാളുങ്കൽ സൊസൈറ്റി, വാക്കുളാങ്കൽ ആരംഭിച്ച പ്രസ്ഥാനം എന്ന് പറഞ്ഞതുപോലെയുള്ള വലിയ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾ പോകണം. ഈ ഞാൻ കുറച്ച് കാണിക്കണം. തുടക്കത്തിൽ 4 പ്ലോട്ടുകളിൽ കൃഷി ചെയ്തുകൊണ്ട് ആരംഭിക്കുന്നു. പക്ഷേ നല്ല സംരംഭങ്ങൾ ഞാൻ പറയുന്നത് ഇപ്പം തുടക്കത്തിൽ ഈ നമുക്ക് കൃഷി കൊണ്ട് മാത്രം നമ്മുടെ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വിജയം ഉണ്ടാകുന്നില്ല. അപ്പൊ ഇതുപോലെ തന്നെ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കണം, ചെറിയ രീതിയിലുള്ള വ്യവസായ സംരംഭങ്ങൾ. അതിൽ നിന്ന് വലുതിലേക്ക് നമ്മൾ പോകണം. നമുക്കറിയാം ഇപ്പം ഈ പറയുന്ന പല സഹായങ്ങളും ഇപ്പം നമ്മുടെ ഇൻഡസ്ട്രിയൽ എക്ഷൻസ് ഓഫീസറുമായി ബന്ധപ്പെട്ടാൽ അത്തരത്തിലുള്ള സബ്സിഡി പദ്ധതികൾ ഗ്രൂപ്പുകൾക്ക് 35% സബ്സിഡിയുള്ള പദ്ധതികളുണ്ട്, 50% സബ്സിഡിയുള്ള പദ്ധതികളുണ്ട്. ഇപ്പം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആണെങ്കിൽ വനിതകൾക്ക് 5,00,000 രൂപയുടെ പദ്ധതി 3,400,000 രൂപയും തിരിച്ചടക്കണം, 1,500,000 രൂപ തിരിച്ചടച്ചാണ്. അങ്ങനെയൊക്കെയുള്ള പദ്ധതികളുണ്ട്. അങ്ങനെയുള്ള പദ്ധതികൾ കണ്ടെത്തിക്കൊണ്ട് അതിനകത്ത് അത്തരം സബ്സിഡിയുള്ള പദ്ധതി പക്ഷെ കൃത്യമായി തിരിച്ചടക്കുകയും കൂടുതൽ വികസനത്തിലേക്കും, അത് തിരിച്ചെടുക്കലല്ല നമ്മളൊരു ഭാവിയിലേക്ക് കൂടുതൽ മുന്നോട്ട് പോകുവാൻ ഈ സംരംഭത്തിനാകട്ടെ ഈ സംരംഭത്തെ രജിസ്റ്റർ ഞാൻ കൈമാറുമ്പോൾ ഇത് ആദ്യത്തെ 1-2 പേജ് 1-2 കമ്മിറ്റി കൂടി ഇത് അവസാനിപ്പിച്ച് കൊള്ളാതിരിക്കട്ടെ. ഇത് കഴിഞ്ഞ് ഇത് മുഴുവൻ ഫില്ല് ചെയ്ത് ഇതിനകത്ത് മുഴുവൻ എല്ലാ പേജുകളും ഉപയോഗിച്ച് അതിനുശേഷം പുതിയ സംരംഭത്തെ രജിസ്റ്റർ മേടിക്കാൻ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കഴിയട്ടെ. അതനുസരിച്ചുള്ള ദ്രുതഗതിയിലുള്ള വളർച്ച ഈ പ്രസ്ഥാനത്തിനുണ്ടാകട്ടെ, സംരംഭത്തിനുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. എല്ലാം ഇത് ആശംസകൾ വർദ്ധിക്കുന്നു. നോക്കട്ടെ. ആദ്യ അംഗപ്രകാര പ്രകാശനത്തിനായി 7ാം ഭാഗം വിഷ്ണു സഖിയെ ക്ഷണിച്ചു. നമ്മുടെ യോഗത്തിന്റെ അധ്യക്ഷനായിട്ടുള്ള ശ്രീ ബൈജിമോൻ PC, അതുപോലെ തന്നെ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച കോട്ടയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ടെസി സതീഷ്, അതുപോലെ ബ്ലോക്ക് മെമ്പറായ ജോസിൽ സെബാസ്റ്റ്യൻ, മറ്റു വിശിഷ്ട വ്യക്തികളെ, ഇവിടെ എത്തിയിരിക്കുന്ന ഈ അംഗത്തിന്റെ മറ്റ് അംഗങ്ങളെ, ഈ സംഘത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിന് വേണ്ട എല്ലാവിധ നല്ല കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിന്റെ കൃഷി പാരമ്പര്യത്തെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഉള്ള കാര്യങ്ങളാണ് ഇവിടെ റിപ്പോർട്ട് അവതരിപ്പിച്ച് പറഞ്ഞത്. വരും വർഷങ്ങളിൽ മികച്ച പ്രവർത്തനം, അത് കൂടാതെ നമ്മുടെ സമൂഹത്തിന് വേണ്ടതും അതുപോലെ തൊഴിലില്ലായ്മയ്ക്ക് ഒരു പരിഹാരമായി
ഈ സംഘം വളരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പിന്നെ ഇവിടെ ബ്ലോക്ക് മെമ്പർ പറഞ്ഞതുപോലെ ഈ സംഘം തുടങ്ങി 1-2 കമ്മിറ്റികൾ അവസാനിക്കാതെ, കാരണം ഒരു 2-3 വർഷം മുമ്പ് ഇതുപോലെ ഞങ്ങളൊരു സമിതി ഇവിടെ മുട്ടത്ത് ആരംഭിച്ചതാണ്. പക്ഷെ ആദ്യത്തെ ഒരു ഓണാഘോഷത്തോടുകൂടി ആ സംഘം നിന്നുകയാണ് ചെയ്തത്. പക്ഷെ അത് എന്തൊക്കെയോ ഒരു ഇതുകൊണ്ടാണ് സംഭവിച്ചത്. പക്ഷെ ഈ ഒരു സംഘത്തിന് മികച്ച പ്രവർത്തനങ്ങളുമായി അങ്ങനെ 1-2 കമ്മിറ്റികൾ അവസാനിക്കാതെ വരും വർഷങ്ങളിൽ മികച്ച രീതിയിൽ പ്രവർത്തനം നടക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവരും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി. എല്ലാ അംഗങ്ങൾക്കും ഉള്ള ഇതാണ് നമ്മുടെ പ്രസിഡന്റ് എല്ലാവർക്കും ഇപ്പോൾ സമർപ്പിക്കുന്നു. അഭിമന്യു ജോൺ. സജി. ബിജു സി.കെ. അനന്തു ശിവൻ. സിറിൽ ജോൺസണാണ്. സിറിൽ ജോൺസൺ വേറെ ആവശ്യത്തിനൊക്കെ പോയതായി. പിന്നെ ചന്ദ്രബോസ്. കാർഷിക സംരംഭം ഉദ്ഘാടനം അഗ്രികൾച്ചർ ഓഫീസർ ജിജീഷ് കുമാർ ക്ഷണിച്ചു. സൂര്യകല SSGയുടെ പ്രസിഡന്റും ഈ പരിപാടിയുടെ അധ്യക്ഷനുമായ ബൈജുമോൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി KC സതീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ ജോസിൽ സെബാസ്റ്റ്യൻ, മൊത്തം ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ശ്രീ വിഷ്ണു സജി, അതുപോലെ ഈ SSGയുടെ സെക്രട്ടറി ട്രഷറർ, മറ്റ് ഭാരവാഹികൾ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, ഇതിലെ അംഗങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. കൃഷി കൂട്ടം അല്ലെങ്കിൽ ഒരുപറ്റം ആളുകൾ ചേർന്ന
ഉണ്ടാക്കുന്ന ഒരു ഗ്രൂപ്പ്. ഇത് നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലെ സർക്കാർ, പ്രത്യേകിച്ച് കഴിഞ്ഞ സർക്കാർ കൃഷിക്കൂട്ടങ്ങളിലൂടെ കൃഷിയുടെ ഉൽപാദന മേഖലയിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടത്താം എന്നുള്ളത് സംബന്ധിച്ചുള്ള ദീർഘമായ പദ്ധതികൾ നമ്മുടെ കൃഷിഭവൻ മുഖാന്തരം അവതരിപ്പിച്ചിരിക്കുന്നത് കൃഷി മേഖലയിൽ അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് അറിയാം. ഇത്തരം കൂട്ടായ സംരംഭങ്ങൾ ഉയർന്നു വരുന്നതിന്റെ ആവശ്യകത ഒന്നുകൂടി ഉറപ്പിക്കുന്ന തരത്തിലുള്ളതാണ് നിങ്ങളുടെ ഈ ഒരു പ്രവർത്തനം. ഒരുപക്ഷെ കൃഷിക്കൂട്ടങ്ങളുടെ ഒരു ആമുഖമായിട്ടുള്ള ഉദ്ഘാടനം ഇത്രയും വിപുലമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് എന്റെ സർവീസിൽ കൂടുന്നത്. കഴിഞ്ഞ 2-3 വർഷങ്ങളായി ഞാൻ ഇടുക്കിയിലെ ഒരു പഞ്ചായത്തില് ഏതാണ്ട് 35ഓളം കൃഷിക്കൂട്ടങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ച ഒരു വ്യക്തിയാണ്. അതിന്റെ ഉത്തരവാദിത്തമാണ് എന്റെ ജോലിയുടെ ഭാഗമാണ്. പക്ഷെ ആ ഒരു കൃഷിക്കൂട്ടങ്ങളൊന്നും ഇത്രയും ചിട്ടയോടും അടുത്തോടും ലക്ഷ്യത്തോടും കൂടിയും രൂപീകരിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം നമ്മുടെ മുൻ കൃഷിമന്ത്രി ശ്രീ പി പ്രസാദ് പറഞ്ഞ പോലെ കൃഷിക്കാരെ ഒറ്റയ്ക്കും കൂട്ടായും നമുക്ക് കൈപിടിച്ച് ഉയർത്തേണ്ടതുണ്ട്. ആ കൂട്ടായ്മ കൂടുതലായിട്ട് നമ്മുടെ കേരളത്തിൽ ഉയർന്നു വരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് സഹകരണ സംഘങ്ങൾ, സർവീസ് സഹകരണ ബാങ്കുകൾ, അതുപോലെ കേരളത്തിന്റെ ഒരു മാനുഷിക തലത്തിൽ ഒട്ടേറെ വിജയങ്ങൾ സമ്മാനിക്കുവാൻ കൂട്ടങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ കാർഷിക മേഖലയിലും അതിന്റെ മറ്റ് മൂല്യവർദ്ധന, വിതരണ, വിപണന മേഖലകളില് കൂട്ടങ്ങൾക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലും കൂടിയാണ് നമ്മുടെ കൃഷിമന്ത്രി അത്തരം സംരംഭങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പദ്ധതികളെല്ലാം ആവിഷ്കരിച്ചിട്ടുണ്ട്. പക്ഷെ അതൊരു പരിപൂർണമായ വിജയത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള കാർഷിക മേഖലയിലേക്ക് പ്രവർത്തിക്കുന്നത് നമുക്കറിയാം. എന്നാൽ ഒരുപാട് വിജയം കൊയ്ത കൃഷിക്കൂട്ടങ്ങൾ സംസ്ഥാനത്തുണ്ട്. എനിക്ക് തോന്നുന്നത് ആലപ്പുഴ കേന്ദ്രീകരിച്ച് നെൽകൃഷി കേന്ദ്രീകരിച്ചാണ് കൂടുതൽ കൃഷിക്കൂട്ടങ്ങൾ നല്ല വിജയം കൈവരിക്കാനായിട്ട് സാധിച്ചത്. മറ്റുള്ള കൂട്ടങ്ങളെല്ലാം കൃഷിക്കൂട്ടങ്ങളായിട്ട് രജിസ്റ്റർ ചെയ്ത പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിലും അത് ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് വെച്ചൊക്കെ നിന്നു പോവുകയോ അതിന്റെ പ്രവർത്തനം നിലയ്ക്കുകയോ ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നാലും കൃഷിക്കൂട്ടങ്ങൾ ഉണ്ടാക്കുക, വിവിധ മേഖലകളിൽ ഈ സംരംഭങ്ങൾ വിജയകരമായി നടത്തിക്കൊണ്ടു പോവുക എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് ഇത് നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് തന്നെ ഇന്നത്തെ പത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു സ്റ്റാർട്ടപ്പ്, ഒരു സംരംഭം എന്താണെന്ന് നിങ്ങളെല്ലാവരും ഈ പത്രത്തിൽ വായിച്ചായിരിക്കും അല്ലേ? ബഹിരാകാശ ഗവേഷണ രംഗത്തും സ്വകാര്യ മേഖലയിലുള്ളവർ കടന്നു വന്നുകൊണ്ട് വിക്രം 1 എന്ന് പറയുന്ന ഒരു ഉപഗ്രഹം റൂട്ട് എയർവേസ് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടാക്കി വിക്ഷേപിച്ച വാർത്തയാണ് നമ്മളിന്ന് എല്ലാ പത്രങ്ങളിലും ഫ്രണ്ട് പേജിൽ കിടക്കുന്നത്. അതൊരു സ്റ്റാർട്ടപ്പാണ്. അതൊരു നമുക്കറിയാം, ഉപഗ്രഹങ്ങൾ നമ്മളെ എങ്ങനെയെല്ലാം നമുക്ക് മാനുഷിക ഈ ലോകത്ത് എന്തെല്ലാം ഗുണങ്ങൾ നൽകുന്നു എന്നുള്ളത് നമുക്കറിയാം. വാർത്താവിനിമയം, അതുപോലെ കാലാവസ്ഥ, അതുപോലെ തന്നെ നമ്മുടെ രാജ്യസുരക്ഷ, ഇതെല്ലാം ഉപഗ്രഹങ്ങൾ, വാർത്താവിനിമയം ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഉപഗ്രഹങ്ങളിലൂടെയാണ് നടക്കുന്നത്. ഇത്രയും കാലം നമ്മുടെ ഭാരത സർക്കാർ നമ്മുടെ ISRO ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിലൂടെയായിരുന്നു ഇതെല്ലാം നിർവഹിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ഇതാ ഹൈദരാബാദ് മേഖലയിലുള്ള ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ഉപഗ്രഹം ഉണ്ടാക്കാനായിട്ട് കൊണ്ടിട്ട് വന്ന് അത് വിജയിച്ചിരിക്കുകയാണ്. അപ്പം കൂട്ടായ ഒട്ടേറെ കാര്യങ്ങളെ ബഹിരാകാശത്ത് പോലും ഇത്തരം കൂട്ടായ്മകളുടെ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. തീർച്ചയായിട്ടും സൂര്യകാൽ പോലുള്ള SSGക്ക് ഞാൻ പ്രതിദാനം ചെയ്യുന്ന വകുപ്പ് കൃഷിയാണെങ്കിൽ പോലും നിങ്ങൾ വേറെ ഒട്ടേറെ കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. കൃഷി കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമല്ല. എന്തായിരുന്നാലും ഒറ്റയ്ക്കും കൂട്ടായും കൃഷിക്കാരെ സഹായിക്കുവാനായിട്ട് നമ്മുടെ കൃഷി വകുപ്പ് ഒട്ടേറെ പദ്ധതികൾ വിഭാവനം ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. നമ്മുടെ വകുപ്പിന്റെ പേര് തന്നെ കൃഷി വകുപ്പ് എന്നല്ല, കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് എന്നാണ്. നിങ്ങൾക്കറിയാം. അപ്പം ഈ ആ പേര് അന്വർത്ഥമാക്കുന്നത് പോലെ കാർഷിക വികസന പദ്ധതികളും കർഷക ക്ഷേമ പദ്ധതികളും നമുക്ക് ധാരാളമായിട്ടുണ്ട്. ഇന്നലെ തന്നെ നമ്മുടെ ഒരു കാർഷിക പദ്ധതിയുടെ ഭാഗമായി വിജ്ഞാന വ്യാപന പ്രവർത്തനത്തിന്റെ ഭാഗമായി
ഭാഗമായിട്ട് നമ്മുടെ പഞ്ചായത്തിലെ 6ഓളം കർഷകരെ, നമ്മുടെ തൊടുപുഴ 7 പഞ്ചായത്തിലെ കൃഷിഭവന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കർഷകരായിട്ടുള്ള പട്ടിക ജാതി വിഭാഗത്തിലുള്ള വനിതകളെ നമ്മുടെ ദേവിമംഗലം ഫാമിലെ പ്രവർത്തനങ്ങളും അവിടുത്തെ നടീവസ്തുക്കളുടെ വിത്തുകളുടെയും പിന്നെ ഉൽപാദനവും വിതരണവും എങ്ങനെ നടക്കുന്നു എന്നൊക്കെ കണ്ട് ബോധ്യപ്പെടുവാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയിലായിരുന്നു അവർ ഇന്നലെ. അപ്പൊ നമ്മൾക്ക് കൃഷിയുടെ പദ്ധതികൾ നിങ്ങൾക്ക് സാധാരണ ആളുകൾക്ക് അറിയാവുന്ന പോലെ ഏതെങ്കിലും കൃഷി ചെയ്യുന്നു, ഒരു ആവേശം വയ്ക്കുന്നു, അതിന്റെ ആനുകൂല്യം മേടിക്കുന്നതിനപ്പുറത്തേക്ക് കൃഷിയുടെ വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ക്ഷേമ പ്രവർത്തനങ്ങളും കൃഷിഭവൻ മുഖാന്തരം പെൻഷൻ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് പലർക്കും അറിയാം. അപ്പൊ പെൻഷൻ തൊട്ട് വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് ഒരു ചെറുപ്പക്കാരനായിട്ടൊരാള് കൃഷിഭവനിൽ വന്നിട്ട് പറഞ്ഞു, സാറേ എനിക്ക് കൂൺ കൃഷി ചെയ്യാൻ താല്പര്യമുണ്ട്, അപ്പൊ അതിന്റെ വിത്ത് എവിടെ കിട്ടും എന്നാണ് എന്നോട് ചോദിച്ചത്. അപ്പൊ നമുക്ക് സർക്കാർ സ്ഥാപനങ്ങൾ മുഖാന്തരമായിട്ട് വിത്തിന്റെ ദൗർലഭ്യം ഉണ്ടെങ്കിൽ പോലും നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടാനാണെങ്കിൽ നമുക്ക് തൊടുപുഴ വിത്തുൽപാദന കേന്ദ്ര കാക്സിലുണ്ട്. അവിടെ ഞാൻ വിളിച്ച് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഫോൺ നമ്പർ കൊടുത്ത് അപ്പൊ തന്നെ ഞാൻ വിളിച്ചു. അപ്പൊ അവർ പറഞ്ഞു കുറച്ച് താമസം ഉണ്ടല്ലോ. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ വിത്ത് കിട്ടിയാലും അത് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളതൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതൊരു സങ്കീർണമായ പ്രക്രിയയാണ് കൂൺ കൃഷി എന്ന് പറയുന്നത്. അത് പെട്ടെന്ന് പറഞ്ഞ് തീർക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് അത് ചെയ്യണമെങ്കിൽ അത് കാണിച്ച് കണ്ട് ചെയ്താലേ പറ്റുള്ളൂ എന്ന്. ഏതായാലും അദ്ദേഹത്തിന്റെ അഡ്രസ്സൊക്കെ കളക്ട് ചെയ്തു. അതുപോലെയുള്ള നമ്മുടെ നടപടിയുടെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ കളക്ട് ചെയ്തു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ തൊടുപുഴയിൽ നമ്മളെ അറിയിച്ചു, നമ്മുടെ കുറവലങ്ങാട് കോഴ ഫാമിൽ വെച്ച് കൂൺ കൃഷിക്കാർക്കുള്ള പരിശീലന ക്ലാസ് 3 ദിവസത്തെ പരിശീലന ക്ലാസ്സാണ് നടക്കുന്നത്. പോകുന്നതിന്റെ വണ്ടിക്കൂലിയും വട്ടച്ചെലവിനുള്ള പൈസയും ഒക്കെ ഗവൺമെന്റ് തരും. അങ്ങനെ ഒരു പരിശീലന ക്ലാസ് കൊണ്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയോട് കൂടിയാണ്, രണ്ടുപേരും പൊക്കോട്ടേന്ന് ചോദിച്ചാൽ പറഞ്ഞു കുഴപ്പമില്ല. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ നമ്മുടെ കോഴ ഫാമിൽ പോയി കൂൺ കൃഷിയുടെ പരിശീലനം കഴിഞ്ഞു. അവർക്ക് വിത്ത് കിട്ടി, അവരെ കൂൺ കൃഷി ചെയ്തു മാത്രമല്ല കൃഷിഭവനിൽ ഒരു പാക്കറ്റ് കൊണ്ടുവരികയും ചെയ്തു. അപ്പം നമ്മുടെ വകുപ്പിന്റെ പദ്ധതികൾ നമ്മൾക്ക് കർഷകരെ സഹായിക്കാവുന്ന ഒട്ടേറെ പരിപാടികൾ നമുക്ക് നടക്കുന്നുണ്ട്. അപ്പൊ അതിലേക്ക് നിങ്ങൾ വന്നെത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കാനുള്ള ഒരുപാട് പദ്ധതികളുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട ഭാരവാഹികൾ എന്നെ വന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പല മേഖലകളിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ കൃഷിയുമായി ബന്ധപ്പെട്ട പ്രധാനമായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പച്ചക്കറി ഉൽപാദനം, ആ മേഖലയിൽ നിങ്ങൾ എത്ര ഏരിയയിൽ കൃഷി ചെയ്താലും നമുക്കറിയാം വർഷങ്ങളായിട്ട് നമുക്ക് പച്ചക്കറി വികസന പദ്ധതിക്ക് പൈസയ്ക്ക് യാതൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ല, ഒരു ഫണ്ടിന്റെ കുറവും നമുക്ക് ഉണ്ടായിട്ടില്ല. എപ്പോ വേണേലും നമുക്ക് പച്ചക്കറി കർഷകരെ സഹായിക്കാവുന്ന ഫണ്ട് നമുക്ക് ലഭ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ എത്ര ഏരിയയിൽ കൃഷി ചെയ്താലും നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള സ്കീമുകൾ നിങ്ങൾക്ക് എത്തിച്ചു തരാൻ ഞങ്ങൾ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കും. നിങ്ങൾക്ക് അതിന് എല്ലാവിധ പിന്തുണയും ഉണ്ടാകും എന്ന് അദ്ദേഹത്തോട് ഞാൻ ഓഫീസിൽ വന്നപ്പോൾ തന്നെ പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങൾ ഈ മേഖലയിൽ നന്നായിട്ട് പച്ചക്കറി അതുപോലെ ഫലവൃക്ഷങ്ങളോ അത്തരം കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും അതൊരു ഗ്രൂപ്പ് എന്ന അടിസ്ഥാനത്തിൽ ഉപരി നമ്മുടെ പഞ്ചായത്തിലെ സ്ഥിരം പച്ചക്കറി കർഷകരുണ്ട് അല്ലെ, നിങ്ങൾക്ക് അറിയാൻ കുറെ പേരൊക്കെ നമ്മുടെ ജോസിയേട്ടൻ, ശശിയേട്ടൻ, നാരായണ ചേട്ടൻ, അങ്ങനെ കുറെ പേരുണ്ട് സ്ഥിരം പച്ചക്കറി കൃഷി ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ അവരുടെ എണ്ണമൊക്കെ കുറഞ്ഞു വരുവാണ് ഓരോ വർഷം. അപ്പൊ നിങ്ങള് ആ ഭാഗത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ TC ചെറിയാൻ എന്ന് പറഞ്ഞൊരു ചേട്ടൻ പ്രസിഡന്റിനൊക്കെ അറിയാം, അവരൊക്കെ സ്ഥിരമായിട്ട് പച്ചക്കറി ചെയ്യുന്ന, പക്ഷെ അവരെല്ലാം കുറച്ച് കൊണ്ടുവരുവാണ്, പച്ചക്കറിയുടെ ഏരിയ കുറച്ച് കൊണ്ടുവരുവാണ്. നമുക്കിപ്പോ ആണെങ്കിൽ വിത്തുകളൊക്കെ വന്നിട്ടുണ്ട്, അതുപോലെ തൈകൾ നമ്മളൊരു ലോഡ് കൊടുത്തു, ഇനി വരാനുണ്ട്. അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട്. ആ പരിപാടികളെല്ലാം നിങ്ങളുടെ ഗ്രൂപ്പിലൂടെ പ്രവർത്തിക്കാൻ മാത്രമല്ല നിങ്ങളുടെ ഗ്രൂപ്പിലൂടെ മറ്റു കർഷകർക്ക് അറിയാനുള്ള ഒരു സാഹചര്യം കൂടെ ഉണ്ടാകും എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. എന്തായാലും ഞാൻ അധികം പറയുന്നില്ല. എന്തായാലും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട കൃഷിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സൂര്യകല SG ഏതെല്ലാം പരിപാടികളുമായിട്ട് മുന്നോട്ട് വന്നാലും നമ്മുടെ വകുപ്പിന്റെ കീഴിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്യാമെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അത് ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ട് സൂര്യ SGക്ക് നിങ്ങളുടെ കാർഷിക മേഖലയിലും അതുപോലെ മൂല്യവർദ്ധന ഉൽപാദനവും മറ്റു മേഖലകളിലും നിങ്ങളുടെ സേവന മേഖലകളിലും ഒക്കെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഈ കൃഷിക്കൂട്ടം മാതൃകാപരമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കട്ടെ. ഇനിയുള്ള വർഷങ്ങളിലും ഇതുപോലുള്ള സമയത്ത് നമുക്ക് ഇതിന്റെ 1ാം വാർഷികം, 2ാം വാർഷികം, 3ാം വാർഷികം വിജയകരമായിട്ട് സൂര്യകല SGക്ക് നടത്താനായിട്ട് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും.
നടീൽ വസ്തു ഏറ്റുവാങ്ങുന്നതിന് റോഡിൽ സ്ഥാപിക്കാനുള്ള ബോർഡ് നടീൽ വസ്തു ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ആദ്യമായി സംഘത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ സന്തോഷ് കുട്ടപ്പനെ ക്ഷണിക്കുന്നു. അടുത്തതായി കോഡ് നമ്പർ 1 വള്ളിപ്പാറ വൈദ്യമാൻ PC പ്രൊമോട്ടർ വൈദ്യമാൻ PC. കോഡ് നമ്പർ 2 11-ാം വാർഡ് മനോജ് ജോൺ. കോഡ് നമ്പർ 3 7-8 വാർഡുകളിലായിട്ടുള്ള വോട്ടാണത്. അതിന്റെ പ്രൊമോട്ടർ ശ്രീ സിറിൽ ജോൺസൺ. കോഡ് നമ്പർ 10 നമ്മുടെ ബഹുമാന്യനായ സെക്രട്ടറി ജസിൻ പി ജോയി. അടുത്തതായി ആശംസാ പ്രസംഗങ്ങളാണ്. ആദ്യമായി ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് അംഗവും സൂര്യകല SFയുടെ പ്രാഥമിക പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും സജീവമായി നമ്മളെ സഹായിക്കുകയും നിർദ്ദേശങ്ങൾ ആളുകളെ വിളിച്ചുകേൾക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയുമൊക്കെ ചെയ്ത ശ്രീ PS സതീഷ് അവരുടെ ക്ഷണിക്കുന്നു. ബഹുമാനിയായ സംഘത്തിന്റെ പ്രസിഡന്റായ വൈദ്യമാൻ PC, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത കോട്ടയം ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാനിയായ പ്രസിഡന്റ് SC സതീശൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോസഫ് സെബാസ്റ്റ്യൻ, രണ്ടാം ഭാഗത്ത് മെമ്പർ ക്രിസ്റ്റോസ് എല്ലി, സംഘത്തിന്റെ സെക്രട്ടറി ലിസിൻ UIP 9, ഈ സംഘത്തിന്റെ ഉദ്ഘാടന കർമ്മം വൻ വിജയമാക്കി തീർക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മാന്യരെ എല്ലാവർക്കും നമസ്കാരം. സൂര്യകല SLC മുട്ടം എന്ന പേരിന്റെ ഒരു സംരംഭ തുടക്കവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പ്രാഥമിക ചർച്ചകൾ നടക്കുമ്പോൾ മുതൽ തീർച്ചയായിട്ടും എന്റെ അടുക്കൽ അഭിപ്രായം ചോദിക്കുകയും എനിക്കറിയാവുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഇവിടെ ഈ സംഘം മുന്നോട്ട് കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ട് ഈ സംഘത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെല്ലാം സംബന്ധിച്ച് സംഘത്തിന്റെ സെക്രട്ടറി ഇവിടെ റിപ്പോർട്ട് വെച്ചപ്പോൾ അവരുടെ ലക്ഷ്യം വളരെ വിശദമായി ചേർത്തിട്ടുണ്ട്.
എന്നാൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു കൃഷിയിൽ ഒന്നിൽ നിന്നുകൊണ്ട് നമ്മളൊരു സംരംഭം ഇങ്ങനെ തുടങ്ങിയാൽ അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഇംഗ്ലീഷ് സാർ വളരെ വിശദമായിട്ട് പറയുന്നുണ്ടായി. നമ്മൾ കാണുന്നത് നമ്മുടെ നാട്ടിൽ ഒത്തിരി സംരംഭങ്ങൾ കാണാൻ കഴിയും. സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ കുടുംബശ്രീ മിഷൻ വഴി നിരവധിയായിട്ടുള്ള സംരംഭങ്ങൾ നടത്തുകയും വലിയ രൂപത്തിൽ വിജയം കൈവരിക്കുകയും ചെയ്തത് നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയും, അനുഭവസ്ഥലമാണ്. ഗവൺമെന്റ് വലിയ രൂപത്തിലുള്ള സബ്സിഡി ഇത്തരം സംരംഭങ്ങൾക്ക് കൊടുത്തു വരുന്നുണ്ട്. ഇവിടെ കൃഷി ലോണിൽ നിന്നുകൊണ്ട് സൂര്യകല SSG തുടങ്ങാനാണ് ലക്ഷ്യപ്പെടുന്നതെങ്കിലും മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അവരുടെ കാഴ്ചപ്പാടുകളും അവരിവിടെ പ്രതിപാദിക്കുകയുണ്ടായി. നല്ല രൂപത്തിൽ ദീർഘവീക്ഷണത്തിൽ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോയാൽ ഒരു സംശയം വേണ്ട, നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, കുടുംബങ്ങളിലെ ദാരിദ്ര്യം അകറ്റാൻ, സ്വന്തം കാലിൽ നിന്ന് തങ്ങളാൽ കഴിയുന്ന രൂപത്തിലുള്ള സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ, തങ്ങൾക്ക് ഇത്തരം സംരംഭങ്ങളിലൂടെ വിജയിക്കാൻ കഴിയുമെന്നുള്ള ദൃഢപ്രതിജ്ഞയാണ് ഈ ഉദ്ഘാടനവും അതുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം തുടക്കം പോലെ തന്നെ ഇവിടെ ജോസഫ് സൂചിപ്പിച്ച പോലെ ആ റിപ്പോർട്ടിൽ, ആ മിനിറ്റ്സിൽ ആദ്യ പേജ് മുതൽ അവസാന പേജ് വരെ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മികവാർന്ന ഒരു സംരംഭമായി മാറാൻ ഇടയാക്കട്ടെ സൂര്യകല SSG എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ആശംസ അറിയിക്കുന്നതിനായി ജെയിംസ് കൊലനെ ക്ഷണിച്ചു. വേദിയിലും സദസ്സിലുള്ള അറിവുള്ളവരും ഈ SSG രൂപീകരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു 3-4 മാസമായി ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഞാൻ ചേർന്ന് പോകുന്നുണ്ട്. ഇതിന്റെ പ്രാഥമികമായ ഒരു ചർച്ച നടക്കുമ്പോൾ മുതൽ ഞാൻ ഈ SSGയോട് ചേർന്ന് പോകുന്നു. 3.5 പതിറ്റാണ്ട് മുമ്പ് ഒരു കോളനി കേന്ദ്രീകരിച്ച് കർമ്മവേദി പുരുഷ സ്വാശ്രയ സംഘം എന്നൊരു സ്വാശ്രയ സംഘം ഞാൻ കൂടി ഉൾപ്പെട്ട് നടത്തുന്നുണ്ട്. ആ സ്വാശ്രയ സംഘത്തിന്റെ ഉദ്ഘാടനം നടന്ന വേദി എന്ന് പറയുന്നത് ഒരു കോളനിയിൽ കുറച്ച് ചേച്ചിമാരുടെ സാരിയൊക്കെ മേടിച്ചു കെട്ടി ഒരു വേദിയൊക്കെ ഉണ്ടാക്കിയിട്ട് അന്ന് മുനിസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ഒരാളെ വിളിച്ചിട്ട് നമ്മൾ ഉദ്ഘാടനം ചെയ്യിച്ചിട്ടാണ് അന്ന് കർമ്മവേദി പുരുഷ സ്വാശ്രയ സംഘം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. പക്ഷെ ഇന്ന് മുട്ടത്ത് സൂര്യകല SSGയുടെ വളരെ മനോഹരമായ ഈ ഉദ്ഘാടനം എന്നെ ഒരുപാട് പുറകോട്ട് ചിന്തിപ്പിക്കുന്നതിനും, അന്നൊക്കെ ദാരിദ്ര്യമുള്ള കാലമായിരുന്നു, കോളനിയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് കേരളത്തിൽ ഏതാണ്ട് 48,76,000 വരുന്ന അംഗങ്ങളുള്ള കുടുംബശ്രീയിലാണ് SSGകളെ, അത് NHG എന്നാണ് സർക്കാർ അതിന് പേരിട്ടിരിക്കുന്നത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് ഇത് മുഖ്യമായി മുൻപോട്ട് വയ്ക്കുന്ന അതിന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. ഇതിന്റെ ബീജാഭാവം ഉണ്ടാകുന്നത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം EK നായനാറിന്റെ ഗവൺമെന്റിന്റെ കാലത്താണ്. അതൊരു പക്ഷേ ഈ ഒരു സംഭവം ഇത്ര ശാസ്ത്രീയമായി കേരളീയ ജനതയിലേക്ക്, കേരളത്തിലെ ഗ്രാമങ്ങളിലേക്ക് കൃത്യമായി വ്യക്തമായി എത്തിച്ചത് ഒരുപക്ഷെ നമ്മുടെ
സാമ്പത്തിക മന്ത്രിയാണ്. അദ്ദേഹം ഇത് വിഭാവനം ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയാ, എല്ലാവർക്കും ദാരിദ്ര്യം ഒഴിവാക്കുക എന്നുള്ളതാണ് കുടുംബശ്രീ കൊണ്ട് ഉദ്ദേശിച്ചത്. എങ്കിലും പരസ്പരം ശക്തിപ്പെടുത്തി സ്വയം ശക്തമാകുന്ന ഒരു പ്രക്രിയയാണ് ഗ്രാമീണ പശ്ചാത്തലത്തിൽ സ്വയം സഹായ സംഘം എന്ന ഒരു ബോധത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ കൃഷി ഓഫീസർ പറഞ്ഞതുപോലെ ആലപ്പുഴയിലാണ് ഏറ്റവും കൂടുതൽ സ്വാശ്രയ സംഘങ്ങൾ അതിന്റെ ആ ലക്ഷ്യം കൈവരിക്കുന്ന തരത്തിലേക്ക് ഏറ്റവും കൂടുതൽ സ്വാശ്രയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ വയനാടാണ് എന്നാണ് എന്റെ വിചാരം. ഏതായാലും കേരളത്തിൽ ഏതാണ്ട് 50 ലക്ഷത്തിനടുത്ത ആളുകൾ ഉൾക്കൊള്ളുന്ന കുടുംബശ്രീ പദ്ധതിയിലാണ് ഇത് സർക്കാർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സാർ പറഞ്ഞതുപോലെ തന്നെ വളരെ വലിയ മാനങ്ങളുള്ള പ്രവർത്തനങ്ങൾ സാധാരണ നമുക്ക് കാഴ്ചവെക്കാൻ കഴിയും. വളരെ അഭൂതപൂർവമായ രംഗങ്ങളിലേക്ക് നമുക്ക് കടന്നു കയറുവാൻ കഴിയും. അങ്ങനെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ, കാരണം ഇത് എല്ലാവരും അറിയുന്ന ആളുകളാണ്, അയൽപക്കങ്ങളാണ്, എല്ലാവർക്കും എല്ലാവരെയും അറിയാം. എല്ലാവരുടെ സാധ്യതകളും എല്ലാവരുടെയും വീഴ്ചകളും പരസ്പരം അറിയാവുന്ന ആളുകളുടെ ഒരു കൂട്ടമാണ് ഈ അയൽക്കൂട്ടം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അയൽക്കൂട്ടം തന്നെ പറയുന്നത്. അപ്പൊ അത്തരത്തിൽ ഇതിന്റെ പ്രവർത്തനം വളരെ ചിട്ടയായിട്ടാണ് ഇതിന്റെ പ്രവർത്തനം കൊണ്ടുപോകുന്നത്. വളരെ ചിട്ടയായി തന്നെ അതിന്റെ മിനിസ്റ്റർക്കും അതിന്റെ സംവിധാനവും എല്ലാം വളരെ കൃത്യമായി ഒരു അണ്ണുവിട പോലും അത് ഒരു കുറ്റം വരാത്തവണ്ണം വളരെ അടുക്കും ചിട്ടയോടും കൂടി വളരെ സൂക്ഷ്മാംശത്തിൽ ഓരോ ചെറിയ കാര്യങ്ങൾ പോലും വളരെ സൂക്ഷ്മാംശത്തിൽ നിരീക്ഷിച്ചും പഠിച്ചുമാണ് ഇത് ഉദ്ഘാടന സമയം വരെ സൂര്യകല SHGയുടെ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുന്നത്. ഇനി തുടർന്നും അതിന് ഒരു രാജ്യത്തിന് മാതൃകയാവണം, ഒരു ദേശത്തിന് മാതൃകയാവണം. സൂര്യകല SHG അതിന്റെ പ്രവർത്തന ബന്ധാവ് വളർന്ന് വലിയ വിധാനത്തിലേക്ക് വളരുന്നതിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ നിങ്ങളെ എടുത്തു വരുവാൻ, നിങ്ങളോട് 2 വാക്ക് സംസാരിക്കുവാൻ അവസരം തന്ന സൂര്യകല SHGയുടെ പ്രവർത്തകർക്ക് ഹൃദയത്തിൽ കൊണ്ട് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ആശംസ അറിയിക്കുന്നതിനായി രാധാമണി ചേച്ചിയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇത്രയും ഈ സംഘത്തിന്റെ പ്രസിഡന്റും നമ്മുടെ വള്ളിപ്പാറ സ്വദേശിയാണ്, എൻ്റെ അയൽപക്കമാണ് ബിജു. ബിജുവിനെ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുകയാണ്. ബിജുവിനെ സംബന്ധിച്ച് സാധാരണ ഒരു ആണ്. പക്ഷെ ഈ സംരംഭം ഇങ്ങനെ കൊണ്ടുപോകാൻ ഇങ്ങനെ കഴിഞ്ഞ വർഷം ഞാൻ ഓർക്കുകയാണ്, സൗഹൃദ കൂട്ടായ്മയായിരുന്നു സംഘടിപ്പിച്ചത്. അത് ഉരുത്തിരിഞ്ഞ് അങ്ങനെ പല പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം ആലോചിച്ച് ഉറപ്പിച്ച് അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നതാണെന്ന് എനിക്ക് തോന്നുന്നു ഈ സംഘം. അത് നമ്മുടെ സംഘം പ്രസിഡന്റ് മോൻ, പിന്നെ ഈ സംഘം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ജസി സതീശ്, ബ്ലോക്ക് മെമ്പർ ജോസഫ് സെബാസ്റ്റ്യൻ, പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട കൃഷി ഓഫീസർ, പിന്നെ സംഘം സെക്രട്ടറി ജസി, നമ്മുടെ ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ചന്ദ്രബോസ്, പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ സംഘത്തിന്റെ പേര് തന്നെ കത്തിച്ചുടിക്കുന്ന ഒരു സംഘമായിട്ട് തന്നെയാണ് സൂര്യകല SG മുട്ടം. ഇവര് പല വിവിധ ഉദ്ദേശങ്ങളും കൂടി കണക്കിലെടുത്താണ് ഈ സംഘം രൂപീകരിച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഏറ്റവും മുൻതൂക്കം കൊടുക്കുന്ന നമ്പർ 1 എന്ന് പറയാൻ കാർഷിക മേഖലയിലാണ്. പക്ഷെ നമ്മുടെ കേരളം ദൈവത്തിന്റെ നാടാണെന്നൊക്കെ പറഞ്ഞെങ്കിലും പണ്ട് കേരളം സ്വയം കൃഷി കൊണ്ട് മാത്രം വേറെ വ്യവസായങ്ങളോ
ഇല്ലാത്ത സമയങ്ങളിൽ പണ്ട് ഈ പാലക്കാട് വയനാട് നെല്ലിന്റെ കലവറയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ തേഞ്ഞു മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നമ്മൾ ഈ സംഘത്തിൽ ഏറ്റവും കൂടുതൽ കൃഷിക്ക് ഊന്നൽ കൊടുത്ത് രൂപീകരിച്ച് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ സംഘം ഒരു അടുക്കും ചിട്ടയുണ്ട്. ഒരു സംഘത്തിന്റെ ഒരു വാർഷിക സമ്മേളനത്തിന്റെ ഒരു പ്രതി രൂപമാണ് ഞാനിവിടെ കാണുന്നത്. എല്ലാവർക്കും കമ്മിറ്റി മെമ്പർമാർക്കെല്ലാം ബാഗ് സഹിതം വിതരണം ചെയ്ത് നല്ല ഉത്തരവാദിത്തോടു കൂടി അടുക്കും ചിട്ടയായിട്ട് ഈ സംഘം ആദ്യ പ്രവർത്തനം തന്നെ ഈ രീതിയിലാണെങ്കിൽ ഇതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് അങ്ങോളം മെമ്പർ പറഞ്ഞ പോലെ ഒരു ബുക്കിലോ ഒരു നാളിലോ രജിസ്റ്ററിലോ ഒന്നും ഒതുങ്ങാതെ അങ്ങേയറ്റം വരെ. പിന്നെ ഇവരുടെ പൊതുകാര്യങ്ങളെന്ന് പറഞ്ഞാൽ പല സംഭവങ്ങളാണ് ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. കൃഷി മാത്രമല്ല, പാവങ്ങളെ സഹായിക്കുക, രോഗികളെ ശുശ്രൂഷിക്കുക എന്ന് വേണ്ട നമ്മൾ ദുരിതം അനുഭവിക്കുന്ന എല്ലാ ആൾക്കാരെയും കൊച്ചു വലിയ രാഷ്ട്രീയ ഭേദമന്യേ സഹായിക്കാനും ഈ സംഘം കൊണ്ട് സാധിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. കൂടാതെ ഈ സംഘത്തില് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ സാറിപ്പ കൃഷി ഓഫീസർ പറഞ്ഞു പല സംഘങ്ങളും പലയിടത്തും രൂപീകരിച്ചെങ്കിലും അത് 1-2 മാസങ്ങളും ഉണ്ട്, തവണകളും ഉണ്ട്, അത് കെട്ടടങ്ങി പോകാറുണ്ട്. ഇത് അങ്ങനെ ആയിരിക്കരുത്. ഇത് അങ്ങോളം പോയി എല്ലാവർക്കും സഹായ സഹകരണങ്ങളും നല്ല രീതിയിൽ ഇത് മുമ്പോട്ട് പോകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ആശംസ അറിയിക്കുന്നതിനായി മാധ്യമപ്രവർത്തകൻ ഫൈസലിനെ ക്ഷണിച്ചു. യോഗത്തിന്റെ അധ്യക്ഷൻ, സംഘത്തിന്റെ പ്രസിഡന്റുമായ എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ശ്രീ ബൈജു, അതുപോലെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവർ, സൂര്യകല മുട്ടം പഞ്ചായത്ത് പ്രദേശത്തെ സംബന്ധിച്ച് പറഞ്ഞ സൂര്യകല എന്ന നാമത്തിന് ചരിത്രത്തിന്റെ ഇടങ്ങളിൽ ഭാഗമായ ഒരു നാമമാണ് സൂര്യകല. എന്റെയൊക്കെ ചെറുപ്പകാലഘട്ടത്തിൽ, എനിക്ക് 50 വയസ്സ് കഴിഞ്ഞു, എന്റെയൊക്കെ ചെറുപ്പകാലഘട്ടത്തിൽ 1980-90 കാലഘട്ടത്തിലൊക്കെ യൗവനത്തിന്റെ തിളച്ചു നിൽക്കുന്ന സമയത്ത് സൂര്യകല എന്ന് പറയുന്ന ഒരു സാംസ്കാരിക വേദി മുട്ടം പഞ്ചായത്ത് പ്രദേശത്ത് പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചു വന്നിരുന്ന സംഭവമായിരുന്നു. മുട്ടത്തിന്റെ സമസ്ത മേഖലകളുടെയും വികസനത്തിന് സൂര്യകല എന്ന് പറയുമ്പോൾ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ മാത്രമല്ല, എന്റെ ഓർമ്മയിൽ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളാണ് അത് ഏറ്റെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യമായിരുന്നു ആ കലാ സാംസ്കാരിക വേദിക്കുണ്ടായിരുന്നത്. അതിന്റെ ഒരു പേര് ചുക്കാൻ പിടിച്ചുകൊണ്ട് സൂര്യകല എന്ന ഈ സംഘത്തിൽ ഇട്ടിരിക്കുന്നതും ഏറ്റവും അർത്ഥവത്തായ പേരായി ഞാൻ അതിനെ കാണുകയാണ്. മുട്ടം പഞ്ചായത്ത് പ്രദേശത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിരവധി സ്ഥലങ്ങളിൽ ഇപ്പൊ കുടുംബശ്രീയാണ് സ്വാശ്രയ സംഘം എന്ന് പറയുമ്പോൾ എവിടെയും മനസ്സിലേക്ക് കയറി വരുന്നത്. എന്നാൽ കുടുംബശ്രീകൾ മാത്രമല്ല, ഗ്രാമതലത്തിലും ബ്ലോക്ക് തലത്തിലും വ്യവസായ വകുപ്പിന് കീഴിലും ഇപ്പം നമ്മുടെ കൃഷി അസിസ്റ്റന്റ് പറഞ്ഞ പോലെ കൃഷി വകുപ്പിലും വ്യത്യസ്തമായ സർക്കാർ തലങ്ങളിൽ അയൽക്കൂട്ടങ്ങൾ, SHGകൾ, സ്വാശ്രയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. പല പേരുകളിലായിരിക്കും അവർ അറിയപ്പെടുന്നത്. മുട്ടം പഞ്ചായത്തിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്ന ഒരു കാലഘട്ടത്ത് തന്നെ നമ്മുടെ ഇതിന്റെ ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഭൂസേവൻ എന്നോട് ഇതിന്റെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടായിരുന്നു. രജിസ്ട്രേഷൻ കാര്യങ്ങൾ, രജിസ്ട്രേഷന്റെ ഫോം കാര്യങ്ങൾ, എങ്ങനെ അതിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ എന്നോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാനൊരു 10-30ഓളം ഇതുപോലുള്ള സ്വാശ്രയ സംഘങ്ങൾ, അയൽക്കൂട്ടങ്ങൾ, വികസന സമിതികൾ, പ്രാദേശിക ക്ലബ്ബുകളൊക്കെ രൂപീകരിക്കാനായിട്ട് അതിന്റെ പ്രവർത്തന ഭാഗമായിട്ടൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം ഭൂസേവൻ അപ്ഡേറ്റ് ആയിട്ട് പറയുന്നുണ്ടായിരുന്നു. ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് മുട്ടൻ ടൗണിൽ ഒരു ഓട്ടോറിക്ഷ സിറിലിന്റെ ഞാൻ മുട്ടൻ ടൗണിൽ കൂടെ പോകുമ്പോഴത്തേക്കും സിറിലിന്റെ ഓട്ടോറിക്ഷയിൽ ഇരുന്ന ഭൂസേനെ വിളിച്ച് സിറിലും കൂടെ കൂടിയാണ് ഇതിനെ കുറിച്ച് തന്നെ അവിടെ ആദ്യമായിട്ട് പറഞ്ഞത്. അപ്പൊ എന്നോട് പറഞ്ഞത് കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് കുറെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ പ്രമോട്ടും അതിന്റെ വിപണന സാധ്യതകൾ മാത്രമാണ് അന്ന് എന്റെ മനസ്സിലേക്ക് ഇവർ പറഞ്ഞപ്പോൾ കയറി വന്നിരുന്നത്. ഞാനൊരു ജേർണലിസ്റ്റാണ്. അതുകൊണ്ട് ബന്ധിപ്പിച്ച മാധ്യമ വാർത്ത തരുവാനായി ഭൂസേനയുടെ പ്രസ് റിലീസ് തന്നപ്പോഴത്തേക്കും കുറച്ചും കൂടി ഡെവലപ്പായ കാര്യങ്ങളാണ് ഇതുവരെ സ്വാശ്രയ സംഘം
ഉൾക്കൊണ്ട് ലക്ഷ്യം വെച്ചിരിക്കുന്നതെന്ന് വിപുലമായ ലക്ഷ്യങ്ങളാണ് വെച്ചിരിക്കുന്നത് എനിക്ക് ബോധ്യമായി. അപ്പൊ ഇവരിൽ ലക്ഷ്യം വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരം സംഘങ്ങൾ അല്ലെങ്കിൽ SHGകൾ സ്വാശ്രയ സംഘങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന നിരവധി മേഖലകളുണ്ട്. എന്റെ മനസ്സിലുള്ള ഒരു ആശയങ്ങളെ കൂടി കണ്ടെത്തിക്കൊണ്ടാണ് പത്രവാർത്തകൾ കൊടുത്തത്. എന്താണെങ്കിലും ഞാൻ കൊടുത്ത പത്രവാർത്തയും ഇവര് മനസ്സിലാക്കേണ്ട കാര്യങ്ങളെല്ലാം ഒരേ രീതിയിൽ ചിന്തിക്കേണ്ട സംഭവങ്ങളായി കാലം മാറ്റി എന്നുള്ളത് കാവ്യരീതിയായിട്ട് എനിക്ക് തോന്നുകയാണ്. എല്ലാവരും പറഞ്ഞതുപോലെ മുട്ടം പഞ്ചായത്തിൽ തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 30ഓളം സ്വാശ്രയ സംഘങ്ങൾ, വികസന സമിതികൾ, സാംസ്കാരിക ക്ലബ്ബുകളുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ കുറെ കാലം കഴിയുമ്പോഴത്തേക്കും എന്തുകൊണ്ടോ അതൊക്കെ മന്ദീഭവിച്ചു പോകുന്ന ഒരു പ്രവണതയിലേക്ക് കടന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കണ്ടു. ഇവിടെ മാത്രമല്ല, എല്ലാ മേഖലകളിലും ഇപ്പൊ നമ്മളിത് ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന ജില്ലാ ഓഫീസറാണ് ഞാൻ. മിക്കവാറും അവരൊക്കെയായിട്ട് ബന്ധപ്പെടുന്നതാണ്. പഴയതുപോലെ ഇപ്പൊ സ്വാശ്രയ സംഘങ്ങളോ ക്ലബ്ബുകളോ സന്നദ്ധ സംഘങ്ങളോ ഒന്നോ ഇവിടെ പ്രവർത്തിക്കുന്നില്ല. ഇവിടെ മാത്രമല്ല, സ്റ്റേറ്റ് ബേസിൽ തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു മൂല്യച്യുതി വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഒന്നാമത്തെ കാര്യം, പഴയ 2 വെള്ളപ്പേപ്പറിനൊക്കെ ആളുകളെ പേര് എഴുതി കൊടുത്താൽ രജിസ്ട്രേഷൻ 500 600 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കാമെന്ന സാഹചര്യമായിരുന്നു. പക്ഷെ ഇപ്പോൾ അതല്ല. രജിസ്ട്രേഷൻ നടത്തണമെങ്കിൽ തന്നെ 3500ഓളം രൂപ നമുക്ക് ചെലവുണ്ട്. പിന്നെ DTP കാര്യങ്ങൾ, ഫോട്ടോസ്റ്റാറ്റ്, എന്റെ മുദ്രപത്രങ്ങൾ ഉൾപ്പെടെ ഒരു 16,000 7,000ഓളം രൂപ നമുക്ക് എക്സ്പെൻസ് വരുന്ന സംഭവമായിട്ട് മാറിയിരിക്കുകയാണ്. പുതുക്കുന്നതും പഴയതുപോലെയല്ല. സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും വളരെ കാര്യക്ഷമമായിട്ടാണ് ഇപ്പോൾ ഇതുപോലെയുള്ള സ്വാശ്രയ സംഘങ്ങൾ, ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന സംഘങ്ങളെ വീക്ഷിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നത്. ഇവന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ പോലും അറിയാതെ പോലീസിന്റെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ ബ്രാഞ്ച് വരെ ഇതിന്റെ പ്രവർത്തനങ്ങളെ വീക്ഷിച്ചുകൊണ്ട് റിപ്പോർട്ടുകൾ കൊടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇതിപ്പോ നമ്മളൊരു വർഷം പൂർത്തീകരിച്ച് ഇതിന്റെ പ്രവർത്തനം പുതുക്കാൻ പറ്റാതെ വന്നിട്ടുണ്ടെങ്കിൽ, പഴയതുപോലെ ഒരു വെള്ളപ്പേപ്പറിനകത്ത് കൊടുത്ത് റിക്വസ്റ്റ് ചെയ്ത് ജില്ലാ രജിസ്റ്ററിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ പുതുക്കി തരുന്ന പരിപാടി പിന്നെ നടക്കത്തില്ല. ഒരു വർഷം 500 രൂപ പിഴ ഈടാക്കി. നേരത്തെ അത് 2 കൊല്ലം മുമ്പ് വരെ ഒരംഗത്തിന് 500 രൂപ വെച്ചായിരുന്നു. അത് ഗവൺമെന്റ് ചുരുക്കി ഒരു ഏകോപനമാക്കി മാറ്റിക്കൊണ്ട് ഒരു വർഷം പുതുക്കുന്നതിന് 500 രൂപയാക്കി നിജസ്ഥിതിപ്പെടുത്തിക്കൊണ്ട് അത് മാറിയിരിക്കുകയാണ്. എത്ര വർഷം പുതുക്കാറുണ്ടോ അതെല്ലാം ഈ 500 ഇൻറ്റു ആ ലെവലിലേക്ക് മാറുകയാണ്. മാത്രമല്ല, ഇത് DTP കാര്യങ്ങൾ എടുക്കുന്നതിന് അവിടെ കൊടുക്കാനും പണം നമ്മൾ കണ്ടെത്തണം. എന്താണെങ്കിലും ഇത് ഇത്തരം പ്രവർത്തനങ്ങൾ കുറച്ചു കാലഘട്ടം കഴിയുമ്പോൾ ചില സാങ്കേതിക പ്രശ്നങ്ങളാലും ആളുകളുടെ ഒരു താല്പര്യക്കുറവാലും നിന്നു പോകുന്ന സംവിധാനമായി മാറുന്ന പ്രവണതയുണ്ട്. പക്ഷെ സൂര്യകല, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതിന്റെ നോട്ടീസിനകത്ത് തന്നെ ഈ സൂര്യകല എന്ന ആ വാക്കിന്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഈ പ്രദേശത്തിന്റെ ഞാൻ ആദ്യം ഇത് ഓർത്തത് വള്ളിപ്പാറ കേന്ദ്രീകരിച്ചുള്ള ഒരു ചെറിയൊരു സംഭവമായിട്ടാണ് ഞാൻ എന്റെ മനസ്സിലേക്ക് ആദ്യം ഇത് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത്. പക്ഷെ പിന്നീട് ഇതിലായിട്ട് കൂടുതൽ എത്തപ്പോഴത്തേക്കും ഇത് വള്ളിപ്പാറ മാത്രം കേന്ദ്രീകരിച്ചല്ല, മുട്ടം പഞ്ചായത്ത് മാത്രം കേന്ദ്രീകരിച്ചല്ല, ജില്ലയല്ല. ഇവര് മുസ്ലിങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എന്റെയൊക്കെ കിഴക്കുന്ന യുവജനത്തിൽ ഗോസിയാറിന്റെയൊക്കെ പ്രവർത്തനങ്ങൾ വളരെ ആരാധനയോടുകൂടി, ഗോസിയാറിനൊക്കെ നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങൾ, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ഈ നാടുമായിട്ട് ബന്ധിപ്പിച്ചുള്ള വികസനക്ഷേമ പ്രവർത്തനങ്ങളിൽ ആരാധനയോടുകൂടി നോക്കി നിന്ന ഒരു വ്യക്തിക്കായിരുന്നു ഞാനൊക്കെ. അന്നൊക്കെ ബോസിയാറിനൊക്കെ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഞാൻ അപേക്ഷ വെച്ച് കയറിയെന്ന് അപേക്ഷിച്ചിട്ടുണ്ട്. എന്നെയും കൂടി എന്ത് പങ്കെടുപ്പിക്കാവോ എന്ന്. അതുപോലെ നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങളിലൊക്കെ ഇഷ്ടപ്പെട്ട് എന്നെയും കൂടി പങ്കെടുപ്പിക്കാവോ എത്രയോ പ്രാവശ്യം ബോസിയാറിന്റെ കുറേയുള്ള ആളുകളൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ സൂര്യകലയിൽ മെമ്പർഷിപ്പ് കിട്ടാൻ വേണ്ടി ഞാൻ എത്രയോ നാള് ഒതിച്ച് നടന്നിട്ടുണ്ടെന്നറിയാമോ. എനിക്ക് മെമ്പർഷിപ്പ് കിട്ടി, എന്നാൽ പിന്നീട് എനിക്ക് മെമ്പർഷിപ്പ് കിട്ടി. അതൊക്കെ ഇതുപോലുള്ള പ്രവർത്തനങ്ങളൊക്കെ അന്നൊക്കെ നടന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഒരു മെമ്പറോ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയോ ഒരു രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമൊന്നും ഇല്ലാത്ത എന്നെപ്പോലൊരു സാധാരണക്കാരനൊരാളെ ഇതുപോലെ പരിപാടിക്ക് വിളിച്ചത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്താണെങ്കിലും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കാർഷിക മേഖലയായിട്ട് മാത്രമാണ് ചുരുങ്ങാതെ ഇത് മുട്ടത്തിന്റെ ഒരു നെറ്റ്വർക്കായിട്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. ഇപ്പൊ കൃഷി ഓഫീസർ അസിസ്റ്റന്റ് പറഞ്ഞ ഒരുപാട് സാധ്യതകളുണ്ട്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, വ്യവസായം നമുക്ക് ജീവിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ ബന്ധിപ്പിച്ച് ജീവിക്കാൻ, ഇതിന്റെ അംഗങ്ങൾക്ക് ജീവിക്കാനുള്ള സാധ്യതകൾ വേണം. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളൊപ്പം തന്നെ ഇപ്പൊ നമ്മുടെ പോളിടെക്നിക് എഞ്ചിനീയറിംഗ് കോളേജ്, IHRD കോളേജൊക്കെ സ്ഥലങ്ങൾ വെറുതെ കിടക്കുവാണ്. മുമ്പൊക്കെ ഇപ്പൊ ക്ഷേരിച്ചേച്ചിയൊക്കെ ഉൾപ്പെടുന്നിരിക്കുകയാണ്. ക്ഷേരിച്ചേച്ചിയൊക്കെ കുടുംബശ്രീയായിട്ട് ബന്ധിപ്പിച്ച് അവിടെ കാർഷിക സംഭവങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് എഞ്ചിനീയറിംഗ് കോളേജിന്റെ തരിശ് ഭൂമിയിൽ ഞാൻ ദിവസങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എഞ്ചിനീയറിംഗ് കോളേജിന്റെ സ്ഥലം നിങ്ങൾക്ക് വിട്ടുകിട്ടാനുള്ള സാധ്യതയുണ്ട്. പോളിടെക്നിക്കിന്റെ സ്ഥലം, ഇവിടെ റവന്യൂ വകുപ്പിന്റെ സ്ഥലം, പഞ്ചായത്തിന്റെ സ്ഥലം, അവിടെ എല്ലാം നിങ്ങൾക്ക് കൃഷി ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഇപ്പൊ മുട്ടം പഞ്ചായത്ത് കുടുംബശ്രീ കൃഷി ഒക്കെ ആയിട്ട് ബന്ധിപ്പിച്ച് ചെണ്ടുമല്ലി
ഒരു കൃഷി ഒരു സംഭവം ചെയ്തു. നമ്മൾ കാണുന്ന ചെണ്ടുമല്ലി അതൊരു വിപ്ലവകരമായ സാമ്പത്തിക ഒരു സംഭവമാണ് ചെണ്ടുമല്ലി കൃഷി എന്ന് പറയുന്നത്. നമ്മുടെ ഏറ്റവും അടുത്ത് വളമറ്റം ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലത്താണ് കൃഷി ചെയ്തിരിക്കുന്നത് ചെണ്ടുമല്ലി പൂവിന്റെ. അത് കാണാനായിട്ട് എവിടേക്കോ ആളുകൾ വരുന്നത് ഞാൻ എത്രയോ പ്രാവശ്യം പത്രവാർത്തകൾ കൊടുത്തിരിക്കുന്നു. അദ്ദേഹത്തിന് അത് ഒരു ബിസിനസ് അല്ല, അദ്ദേഹത്തിന് ഇഷ്ടമാണത്. അതുപോലെ മുല്ലപ്പൂ, നമ്മളിപ്പോ കല്യാണത്തിനൊക്കെ പോകുന്ന മുല്ലപ്പൂ, ഒരു മുല്ലപ്പൂവിക്ക് എത്ര രൂപ കൊടുക്കണം? കൃഷി വകുപ്പൊക്കെ നേരിട്ട് ഇറങ്ങി ബന്ധപ്പെട്ടതിന്റെ പേരിൽ നമുക്ക് നമ്മുടെ പഞ്ചായത്തിന് ആവശ്യമായ മുളക്, തക്കാളി, പച്ചക്കറി, വെണ്ടയ്ക്ക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ നേതൃത്വത്തിൽ ഒരു നെറ്റ്വർക്കായിട്ട് വിപണനം ചെയ്യാനുള്ള സാധ്യത ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇതൊരു സാമൂഹ്യ പ്രവർത്തനം മാത്രമായിട്ടല്ല, നിങ്ങൾക്ക് ഇതിനെ കൂടെ പ്രവർത്തിക്കുന്ന ആളുകൾക്കും ഒരു വരുമാനം കിട്ടുന്ന പരിപാടിയായിട്ട് ഇത് മാറ്റാനായിട്ട് സാധിക്കും. ബിഒയുടെ അടുത്ത് എന്നോട് സംസാരിച്ചതിന് 2-3 ദിവസം മുമ്പ് മുട്ടം പഞ്ചായത്തിൽ ബിഒയുടെ സംസാരിച്ചത് പറഞ്ഞു സ്വാശ്രയ സംഘം രജിസ്റ്റർ ചെയ്യാനായിട്ട് ബ്ലോക്ക് തലത്തിൽ അതിന്റെ സംവിധാനമുണ്ട്. ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത സംവിധാനത്തിന്റെ രജിസ്ട്രേഷൻ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനം ബിഒ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് അതുപോലെ ഒരുപാട് സാധ്യതകളാണ് നമുക്ക് ഇതുമായിട്ട് ബന്ധിപ്പിച്ചത്. ഇതൊരു സാമൂഹ്യ പ്രവർത്തനമായിട്ട് നിങ്ങളുടെ സ്വന്തം വരുമാന ഉത്പാദനം വർദ്ധിപ്പിക്കാനുള്ള പരിപാടിയായിട്ട് മുട്ടത്തിന്റെ പ്രദേശത്തിന്റെ വികസനമായിട്ട് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലെല്ലാം ഈ സ്വാശ്രയ സംഘം വളരട്ടെ, നിറസാന്നിധ്യമായിട്ട് വളരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എന്നെപ്പോലെ ഒരാളെ ഈ പരിപാടിക്ക് വിളിച്ച അതിന്റെ സംഘാടകർക്ക് നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നന്ദി, സന്തോഷം. കുറഞ്ഞ അഭിനന്ദനായി സൂര്യകല സമിതിയുടെ ട്രഷറർ ബിജു സി കെ ക്ഷണിച്ചുള്ളൂ. ഇതിനുശേഷം ഒരു ഫോട്ടോ സെഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷൻ പ്രസിഡന്റ് ശ്രീ ബൈജുമോൻ PC, അദ്ദേഹത്തിന് ഈ യോഗത്തിന്റെ പേരിൽ ആശംസിച്ചു. യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് എത്തിച്ചേർന്ന നമ്മുടെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ KC സതീഷ് അവർക്കും ഈ യോഗത്തിന്റെ പേരിൽ പ്രബദ്ധത ആശംസിച്ചു. ഈ തൈ വിതരണം ചെയ്യുന്നതിന് വേണ്ടി കൃഷി വികസന വകുപ്പിൽ നിന്ന് എത്തിച്ചേർന്ന സാറിനും ശ്രീ ജിജീഷ് കുമാർ സാറിനും അദ്ദേഹത്തിനും ഈ യോഗത്തിന്റെ പേരിലുള്ള കൃതജ്ഞത ആശംസിച്ചുകൊള്ളുന്നു. ഈ യോഗത്തിലേക്ക് എത്തിച്ചേരുകയും യോഗത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയും ഇതിന്റെ സംഘത്തിന്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അതിന്റെ രജിസ്റ്റർ ബുക്ക് പ്രകാശനം ചെയ്യുകയും ചെയ്ത ശ്രീ ജോസി സെബാസ്റ്റ്യൻ അവർക്കും ഈ യോഗത്തിന്റെ പേരിൽ കൃതജ്ഞത ആശംസിക്കുന്നു. ഈ യോഗത്തിനായി എത്തിച്ചേർന്നിട്ടുള്ള മറ്റ് വിശിഷ്ടാതിഥികളും ആയ എല്ലാവരെയും യോഗത്തിന്റെ പേരിലേക്ക് കൃതജ്ഞത ആശംസിച്ചുകൊള്ളു. കൂടാതെ മീഡിയയ്ക്ക് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ റെനി, ഫൈസൽ എന്നിവർക്കും ഈ യോഗത്തിന്റെ പേരിലും മറ്റ് എല്ലാ വിശിഷ്ട അതിഥികൾക്കും എല്ലാവർക്കും യോഗത്തിന്റെ പേരിലും SHGയുടെ പേരിലും പ്രത്യേക കൃതജ്ഞത ആശംസിക്കുന്നു.